ഹലോ മാനുവൽ. ഹലോ. യാത്ര എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ പിന്നെ പറയാം. അത് ഞാൻ എടുക്കാം മാഡം. വേണ്ട, ഇത് ഞാൻ തന്നെ എടുത്തോളാം. ഇത് എന്റെ ജോലിയാ, ഞാൻ ചെയ്യാം. വേണ്ട, എന്റെ ജോലി അതെല്ലാം ഞാൻ എടുത്തോളാം. മാർട്ടിൻ അതിൽ സഹായിക്കും. വിട്. എന്നത് താൻ തന്നെ എടുത്തോ. കണ്ടതിൽ ഒരുപാട് സന്തോഷം നോവ. പക്ഷെ എനിക്ക് അത്ര സന്തോഷമൊന്നും തോന്നുന്നില്ല. ശരി, ഇത് നിന്റെ സ്വന്തം വീട് പോലെ കരുതി എന്നെ നിന്റെ ഒരു ഫാമിലി മെമ്പറായി അംഗീകരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാൽ ഉടനെയല്ല. നമുക്ക് ഇവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കണ്ടാലോ? ഇതാണ് ഹോൾ. അടുക്കള അവിടെ, പിന്നെ ബെഡ്റൂംസ് ഒക്കെ മുകളിലുള്ളത്. ഇതാണ് ഹോൾ. അടുക്കള അവിടെ, പിന്നെ ബെഡ്റൂംസ് ഒക്കെ മുകളിലുള്ളത്. ഇതാ സ്പാ. ഇവിടെയാണ് രാജി. ഇതാകുമ്പോ കാർ വളരെ സേഫ് ആയിരിക്കും. ഇവിടെ ലൈബ്രറി ഒന്നുമില്ലേ? അല്ലെങ്കിൽ ഗസ്റ്റ് റൂം ഉണ്ടോ? എനിക്ക് തനിച്ച് കുറച്ചു നേരം വിശ്രമിക്കണമെന്നുണ്ടായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സാ. ഒരു ഡെക്കറേറ്ററുടെ സഹായം വേണ്ടി വന്നു, പക്ഷെ കൂടുതലും ഞാൻ തന്നെ സെലക്ട് ചെയ്ത്. എന്തു പറയണമെന്നറിയില്ല. നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരണമെന്നുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. വളരെ നന്നായിട്ടുണ്ട്, താങ്ക്സ്. നീ അത് അർഹിക്കുന്നുണ്ട് മോളെ. ശരി മമ്മ. പിന്നെ ഇത് ഗസ്റ്റ് റൂം അല്ല. സോറി. പിന്നെ നിക്കോളാസിന്റെ മുറി തൊട്ടടുത്തുണ്ട്. ഓ, അത് മറന്നു. നിക്, പാപ്പയുടെ പുന്നാരമോൻ, ഉത്തമ പുത്രൻ, മിടുക്കൻ. ഇങ്ങോട്ട് നോക്ക്. അവൻ എത്ര മിടുക്കനാണെങ്കിലേ അവൻ നിന്റെ സ്റ്റെപ്പ് ബ്രദറാ. ഈ വീട്ടിൽ അവനുള്ള അധികാരം അവകാശം നിനക്കുണ്ട്. മാമ, ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നീ ഇനി അങ്ങനെ ആകുന്നത് വരെ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ വീടാ. അവൻ നിന്റെ സ്റ്റെപ്പ് ബ്രദറാ. ഈ വീട്ടിൽ അവനുള്ള അധികാരം അവകാശം നിനക്കുണ്ട്. മാമ, ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നീ ഇനി അങ്ങനെ ആകുന്നത് വരെ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ വീടാ. സാധനം എടുത്തേക്ക്. ഇത് എക്സ്പെൻസീവ് ആണല്ലോ. നല്ല തമാശ. നിന്റെ റിംഗ് ടോൺ വളരെ ബോറായിരുന്നു എനിക്ക് അറിയായിരുന്നു. അതെങ്ങനെയാന്ന് മാറ്റുന്നേ? ഇത് കേൾക്കുമ്പോഴൊക്കെ നീ എന്നെ വെറുക്കുമല്ലോ. എന്താ വെറുക്കാനോ? അല്ലെങ്കിൽ നീ എന്നെ മിസ് ചെയ്യുന്നു പറഞ്ഞ് ശല്യപ്പെടുത്തില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട് ഒത്തിരി. പക്ഷെ എനിക്ക് നിന്നോട് വെറുപ്പാ, അല്ലെങ്കിൽ അസൂയ. അതാ ഡ്രസ്സിംഗ് റൂം കണ്ടിട്ടാ. എന്റെ അമ്മയുടെ ഒരു കാര്യം, അതിൽ ഒരു ഡ്രസ്സ് പോലും ഞാനിടുമെന്ന് വിചാരിക്കണ്ട. അത് എൻജോയ് ചെയ്യാനുള്ളതാ. എനിക്ക് ഇത്ര ആഡംബരത്തിലൊന്നും ഒരു താല്പര്യമില്ല. നീ ഈ വീടൊന്ന് കാണണം. എല്ലായിടത്തും പെർഫ്യൂമിന്റെ മണോ. ഞാൻ സ്പായിൽ പോംപോംസും കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കുന്നത് നിനക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല, ശരിയല്ലേ? നീ ഒരു പണക്കാരിയായി പോയതിനെ എങ്ങനെ സാധിപ്പിക്കാനാ? അത് മാത്രമല്ല, ഇന്ന് സെയിലിംഗ് ക്ലബ്ബിൽ വെച്ച് ഫാമിലി ഡിന്നർ ഉണ്ട്. ഞാൻ മിക്കവാറും അവിടെ വെച്ച് ഛർദ്ദിക്കും. ഇങ്ങരുടെ മുതുമുത്തച്ഛൻ ഒരു ഇംഗ്ലീഷ് അഡ്മിറൽ ആയിരുന്നു. ഛർദ്ദിക്കാൻ മറ്റൊരു കാരണം കൂടായി. നീ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് പിന്നീട് ചെയ്യാം. വരുന്ന വഴിക്കൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ഷെഫിനോട് പറ. നീ നോക്കിക്കോ, ഇവിടുത്തെ ഫ്രിഡ്ജിൽ ഒരു സാധാരണ സാൻഡ്വിച്ച് പോലും കാണാൻ സാധ്യതയില്ല.
ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണ സാൻഡ്വിച്ച് പോലും ഇല്ല ഇതില്. ആരാ നിങ്ങള്?